ആരോഗ്യമന്ത്രി വീണ ജോർജുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദം കനക്കുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി കത്ത് നൽകിയെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയെ കാണാനാകാതെ മന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെ കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളി സർക്കാർ. സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി എം.ബി. രാജേഷ് വിമർശിച്ചു. കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമാണിതെന്നും മന്ത്രി ആരോപിച്ചു. ഇതോടെ സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട. 58 ഗ്രാം MDMA-യുമായി താമരശ്ശേരി അമ്പയത്തോട് സ്വദേശി പുല്ലുന്നല വീട്ടിൽ മിർഷാദ് എന്ന മസ്താനാണ് എക്സൈസ് പരിശോധനയിൽ പിടിയിലായത്. താമരശ്ശേരിയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനാണ് മിർഷാദ് എന്ന് എക്സൈസ് വ്യക്തമാക്കി. കോഴിക്കോട് MDMA പൊതിവിഴുങ്ങി ചികിത്സയിലിരിക്കെ മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ് എന്നും എക്സൈസ് പറഞ്ഞു. നിരവധി MDMA കേസുകളിൽ പ്രതിയാണ് മിർഷാദ്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരീക്ഷ എഴുതാനെത്തിയ 10ാം ക്ലാസ് മലയാളം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ആക്രമണത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. തലയ്ക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ ഒരാൾ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മുണ്ടക്കൈ ചൂരന്മല പുനരധിവാസത്തിനായുള്ള ഫണ്ട് നൽകുന്നതിലെ നിബന്ധനകളിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ക്ഷുഭിതരായി ഡിവിഷൻ ബെഞ്ച്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി. ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ കോടതിയുടെ മുകളിലാണ് എന്നാണോ കരുതുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. കർണാടകയിൽ കേന്ദ്ര നേതാക്കളടക്കം 48 രാഷ്ട്രീയ പ്രവർത്തകർ ഹണി ട്രാപ്പിലെന്ന് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ. ഇതിൽ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും MLA-മാർ ഉണ്ടെന്നും തനിക്ക് നേരെയും ഹണി ട്രാപ്പിന് ശ്രമം നടന്നുവെന്നും രാജണ്ണ പറഞ്ഞു. അതേസമയം വിഷയം ഏതെങ്കിലും പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഉന്നതതല അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. 2.5 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ചെലവഴിച്ചത് 258 കോടി രൂപയെന്ന് കണക്കുകൾ. 2022 മെയ് മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ നടത്തിയ സന്ദർശനത്തിനായാണ് ഇത്രയധികം രൂപ ചെലവഴിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. 2023 ജൂണിൽ പ്രധാനമന്ത്രി നടത്തിയ അമേരിക്കൻ സന്ദർശനമായിരുന്നു ഏറ്റവും ചിലവേറിയത് എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന് മാത്രമായി 22 കോടിയിലധികം രൂപയാണ് ചെലവായത്. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരീറ്റ രാജ്യസഭയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗസയിൽ കരയുദ്ധം തുടർന്ന് ഇസ്രായേൽ. റാഫ അതിർത്തിയിൽ വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. 3 ദിവസത്തിനിടെ ഗസയിൽ 592 പേർക്ക് ജീവൻ നഷ്ടമായി. കഴിഞ്ഞ ദിവസം ഗസ മുൻപിലുള്ള ആക്രമണത്തിൽ മാത്രം 85 പേരാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഹമാസ് ഇസ്രായേലിലേക്ക് 3 റോക്കറ്റ് ആക്രമണം നടത്തി. ആക്രമണത്തിൽ ഇതുവരെ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസിലൻഡിനെതിരായ 3ാം T20-യിൽ 9 വിക്കറ്റിന് തകർപ്പൻ വിജയം നേടി പാകിസ്ഥാൻ. ഓപ്പണർ ഹസൻ നവാസിന്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത് ന്യൂസിലൻഡ് ഉയർത്തിയ 205 റൺസ് വിജയലക്ഷ്യം പാകിസ്ഥാൻ 16 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 45 പന്തിൽ 105 റൺസുമായി പുറത്താകാതെ നിന്ന ഹസൻ നവാസും 31 പന്തിൽ 51 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ സൽമാൻ ആഗയും 20 പന്തിൽ 41 റൺസ് വിജയം നേടിയ മുഹമ്മദ് ഹാരിസും പാക് വിജയം അനായാസമാക്കി.